ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കേരള ബേസിക് ടോക്ക്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇനി 2025 ഈ ഇയർ ലാസ്റ്റ് വരാൻ പോകുന്ന PSC എക്സാം ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണാം. ഏതൊക്കെ നോട്ടിഫിക്കേഷനിലാണ് കൂടുതൽ അപ്പോയിൻമെന്റ്സ് നടക്കണമെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് വേണം നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട്. അതിനനുസരിച്ച് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പോൾ PSC ഒരു ഘട്ടം ഘട്ടമായിട്ടാണ് ഓരോ എക്സാംസ് നടത്താറുള്ളത്. ഇപ്പോൾ 7th സ്റ്റാൻഡേർഡുള്ള എക്സാംസ് ഉണ്ട്, അതുപോലെ തന്നെ 10th ലെവൽ ഉണ്ട്, 12th ലെവൽ ഉണ്ട്, ഡിഗ്രി ലെവൽ ഉണ്ട്. ഇങ്ങനെ കുറച്ച് പാർട്സ് ആയിട്ടാണ് PSC എക്സാംസ് നടത്താറുള്ളത്. ഓക്കെ. അപ്പോൾ അത് ഏതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ആദ്യം അറിഞ്ഞു വെക്കണം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി വരാൻ പോകുന്ന എക്സാംസ് ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം. എന്നിട്ട് എപ്പോഴാണ് ലിസ്റ്റ് തീരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയാനുള്ളത് 10th ലെവൽ എക്സാംസ് ആണ് കേട്ടോ. ഓക്കെ. 10th ലെവൽ എക്സാംസ് വരാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ VFA ആണ് കേട്ടോ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആണ് പിന്നെ ആദ്യമായിട്ട് വരാൻ പോകുന്നത്. അതായത് 2027 ഇതിന്റെ ലിസ്റ്റ് അവസാനിക്കുന്നത്. ഓക്കെ. 2027 അവസാനിക്കുമ്പോൾ നമുക്ക് 26 എക്സാം വെക്കണം. പുതിയ ലിസ്റ്റ് 2027 തുടക്കം ജനുവരി മാസം തന്നെ ലിസ്റ്റ് ഇടണം. അതുകൊണ്ട് 2025 നോട്ടിഫിക്കേഷൻ വരണം. 2026 എക്സാം നടക്കണം. അതുപോലെ തന്നെ ലിസ്റ്റ് 2027 ഇടണം. അപ്പോൾ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. 10th ലെവലിൽ എക്സാം ആണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത്, അതായത് കുറേ പേര്, ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വെയിറ്റ് ചെയ്യുന്ന ഒരു എക്സാം ആണ്. അപ്പോൾ ഇതിന് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ പഠിച്ചു തുടങ്ങുക. അപ്പം തന്നെയാണ് നമുക്ക് ആ ഒരു എക്സാം ടൈമിൽ അതിന്റെ സ്ട്രെസ് ഇല്ലാണ്ട് സിലബസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് റിവിഷനും കൂടെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ അടുത്തൊരു എക്സാം ആണ് കമ്പനി ബോർഡ് LGS. ഇത് 7th സ്റ്റാൻഡേർഡ് എക്സാം ആണ് കേട്ടോ. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ്. കാരണം വർഷം ഈ എക്സാം വരില്ല. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 2000 കഴിഞ്ഞ കമ്പനി ബോർഡ് LGS എക്സാം റാങ്ക് ലിസ്റ്റിൽ നിന്നിട്ട് 2000-ന് മേലെ ഉദ്യോഗാർത്ഥികളെ നിയമനം നടത്തിയിട്ടുള്ള ഒരു എക്സാം കൂടിയാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. 7th സ്റ്റാൻഡേർഡ് ആണ്. ഇത് ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു എക്സാം കൂടിയാണ് കേട്ടോ. ഡിഗ്രിക്കാർക്കും കൂടെ അപ്ലൈ ചെയ്യാവുന്ന എക്സാം ആണ്. കാരണം ഒരുപാട് പേർക്ക് ഡൗട്ട് ഉള്ള ഒരു കാര്യമാണ്, ഡിഗ്രി ഉള്ളവർക്ക് ഈ 7th സ്റ്റാൻഡേർഡ് ഉള്ള എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട്. ഓക്കെ. അപ്പോൾ ഇത് 7ാം ക്ലാസ് യോഗ്യതയുള്ള ഒരു എക്സാം ആണെങ്കിലും 10ാം ക്ലാസ് ഉള്ളവർക്കും +2 ഉള്ളവർക്കും ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം കൂടിയാണ് കമ്പനി ബോർഡ് LGS എന്നുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു എക്സാം ലിസ്റ്റിൽ വന്ന് നമുക്ക് ജോലിക്ക് കയറി കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യമായിട്ട് ഒരു PSCക്ക് ഇറങ്ങുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അല്ല, ഇനിയിപ്പോൾ ഡിഗ്രി ലെവലാണ് ഇപ്പോൾ ഞാൻ ഈ എക്സാം നോക്കണത്, പക്ഷെ എനിക്ക് ഈ ജോലികളൊന്നും വേണ്ട, താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത്. കാരണം ഈ ജോലിക്ക് കയറിയതിന് ശേഷം അതിൽ സേഫായി ഇരുന്നതിന് ശേഷം ഒരു ഗവൺമെന്റ് ജോലി ആദ്യം വാങ്ങിയതിന് ശേഷം പിന്നെ വേറെ എക്സാംസിന് നോക്കാൻ പറ്റിയ ഒരു എക്സാം കൂടിയാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. അത്രയും സേഫ് ആണ്. പിന്നെ ഒരുപാട് നിയമനങ്ങൾ നടക്കുന്ന ഒരു എക്സാം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. കാരണം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് വരാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഇതിന്റെ ഈ 2025 നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ 2029, 30 ആവും ഇനി അടുത്തൊരു നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ടാണ് അതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം എന്ന് പറയുന്നത്. ഓക്കെ. പിന്നുള്ളത് ബിവറേജ് LDC ആണ്, നമ്മൾ പറയുന്നത് BEPCO LD. ഓക്കെ. പിന്നെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, ഇതൊരു യൂണിഫോം പോസ്റ്റ് ആണ്, 10th ലെവലുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഈ ഇത്രയും 4 ഇനിയിപ്പോൾ നമുക്ക് 10th ലെവൽ എന്ന് പറയാൻ, കമ്പനി ബോർഡ് LGS 7th സ്റ്റാൻഡേർഡ് ആണ്, ശ്രദ്ധിക്കുക. അപ്പോൾ ഈ 4 10th ലെവൽ എക്സാംസ് എന്ന് പറയാനുള്ളത്. ഓക്കെ. ഇനി +2 ലെവലാണ്. +2 ലെവൽ പറയാൻ അതിന് മുന്നേ പറയാൻ ഒരു കാര്യം, നമുക്ക് +2 ലെവൽ 2026 തുടക്കമോ അല്ലെങ്കിൽ 2025 ഡിസംബർ അവസാനമോ കാണാവുന്ന കുറച്ച് എക്സാംസ് കൂടിയുണ്ട്. ഇതിലിപ്പോ ഇനി വരാൻ പോകുന്ന, അതായത് നമുക്ക് അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്, PSC യോഗത്തിൽ ചേർന്നിട്ടുള്ള 2 എക്സാം നമുക്ക് നടത്താൻ പോണതാണ്. ഒന്ന് BFOയും പിന്നെ ഒന്ന് ഫയർഫോഴ്സ് എക്സാംസും. അപ്പോൾ ഫയർഫോഴ്സിന്റെ എക്സാം ഇന്നലെ കഴിഞ്ഞേ ഉള്ളൂ. അത് മാത്രമല്ല കുറച്ച് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തതിനനുസരിച്ചിട്ടാണ് ഇതിപ്പോൾ വിളിക്കാൻ പോകുന്നത്. പിന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആണ്. ഈ കഴിഞ്ഞ വർഷം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല, ജനറൽ നോട്ടിഫിക്കേഷൻ ആണ് വരാൻ പോകുന്നത്. എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. രണ്ടും ഫോഴ്സ് എക്സാം ആണ്, യൂണിഫോം പോസ്റ്റ് ആണ്. പിന്നെ
ഈ 2026 തുടക്കമോ നമുക്ക് ഉറപ്പില്ല എപ്പോഴാ വരികയെന്ന്. കഴിഞ്ഞ 2023 ഡിസംബർ ലാസ്റ്റും 2024 ജനുവരി ഫസ്റ്റൊക്കെയാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ CPO ഒന്ന് വരാനുള്ള ഒരു എക്സാം ആണ്. എല്ലാവരും ഇനിയും വർഷാവർഷം നടക്കുന്ന ഒരു എക്സാം ആണ് CPO. അതുപോലെ തന്നെ WCPO. ഓക്കെ, അപ്പോൾ ഇതിന്റെ കൂടെ അതും പ്രതീക്ഷിക്കാം. പക്ഷേ ഇത് മുന്നേ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. കാരണം PSC യോഗം ചേർന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിന്റെ അറിയിപ്പും കിട്ടിയിട്ടുള്ളൊരു എക്സാംസ് ആണ് ഈ രണ്ടെണ്ണം, ഫയർഫോഴ്സും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും. ഓക്കെ, അപ്പൊ ഇതിന്റെ നോട്ടിഫിക്കേഷൻ CPO WCPO അല്ലെങ്കിൽ എക്സൈസിന്റെ കൂടെ വരുന്നുണ്ടാവില്ല, മുന്നേ വരും. അതായത് എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ആ ഒരു സമയത്ത് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക. പിന്നെ CPO WCPO അതുപോലെ തന്നെ എക്സൈസ് ഇങ്ങനത്തെ യൂണിഫോം പോസ്റ്റ് ഒക്കെ ജനുവരി ഫസ്റ്റോ ഡിസംബർ ലാസ്റ്റോ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന എക്സാംസ് ആണ്. ഓക്കെ, അത് വർഷം നടക്കുന്ന ഒരു എക്സാം ആണ്, വർഷം നിയമനം നടക്കുന്ന ഒരു എക്സാം ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു സമയത്ത് ഡിസംബർ ലാസ്റ്റ് ജനുവരി ഫസ്റ്റ് ആയിട്ട് ഈ എക്സാംസ് വിളിക്കും. പക്ഷേ ഈ ഫയർഫോഴ്സും ഫയർ റെസ്ക്യൂ ഓഫീസറും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും നമുക്ക് ഈ അടുത്ത് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് കേട്ടോ. എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ഇത് എപ്പോഴാണ് വിളിക്കുക എന്നുള്ളത്. BFAക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിഗ്രി ലെവൽ എക്സാംസ് നോക്കാം. ഒന്നാമത് തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം ആണ് കേട്ടോ. രണ്ടാമത്തത് അസിസ്റ്റന്റ് ജയിലർ ആണ്. പിന്നെ മൂന്നാമത്തത് എക്സൈസ് ഇൻസ്പെക്ടർ ആണ് കേട്ടോ. പിന്നെ ഉള്ളത് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. നേരത്തെ നമ്മൾ ഏതാ പറഞ്ഞത്, കമ്പനി ബോർഡ് സോറി LGS, നമ്മൾ 7th സ്റ്റാൻഡേർഡിന്റെ LGS ലെവൽ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു എക്സാമും, അതായത് കമ്പനി ബോർഡ് LGSഉം അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാമും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിലും ഒരുപാട് നിയമനം നടക്കാവുന്ന ഒരു എക്സാം ആണ്, ഡിഗ്രി ലെവൽ എക്സാം ആണ്. KSFE, KSCB അതുപോലെ വാട്ടർ അതോറിറ്റി, KMML ഇതിലൊക്കെ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു എക്സാം ആണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്നുള്ളത്. ഓക്കെ, ഏതിൽ വേണമെച്ചാലും നമുക്ക് ജോലി കിട്ടുക. കേരള വാട്ടർ അതോറിറ്റി അതുപോലെ ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുള്ള അസിസ്റ്റന്റ്, ജൂനിയർ അസിസ്റ്റന്റ്, കാഷ്യർ അങ്ങനെയുള്ള ഓരോ പോസ്റ്റുകളിലേക്കാണ് ഈ ഒരു പരീക്ഷ നടത്തിയ ആളുകളെ നിയമിക്കുന്നത്. ഓക്കെ, 2026 പരീക്ഷ ഉണ്ടാവുക. നമുക്ക് 2025 നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ 2026 പരീക്ഷ നടക്കും. പ്രിലിംസ് ഉണ്ടാവും പ്ലസ് മെയിൻസ് ആയിരിക്കും. നമുക്ക് 10th ലെവലിൽ VFA എക്സാം പറഞ്ഞപ്പോൾ VFAക്ക് പ്രിലിംസ് ഉണ്ടോ നമുക്ക് ഡൗട്ടാണ്. നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഡിഗ്രി ലെവൽ എക്സാംസിന് എല്ലാത്തിനും പ്രിലിംസ് പ്ലസ് മെയിൻസ് ആയിരിക്കും. 2027 പുതിയ ലിസ്റ്റ് കൊണ്ടുവരേണ്ടതിനാൽ നമുക്ക് ഈ ഒരു 2025 ലാസ്റ്റോട് കൂടി ഇതിന് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഓഫ്ലൈൻ കോച്ചിങ്ങിന് പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ പോവുക. അല്ല ഓൺലൈൻ കോച്ചിങ് എടുക്കുന്നവരാണെങ്കിൽ നമുക്ക് ഒരുപാട് സോഴ്സ് അവൈലബിൾ ആണ്. എൻട്രി ഉണ്ട്, സൈലും ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ മുന്നിൽ ഉണ്ട്. നിങ്ങൾ സമയം കളയരുത്, ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. എന്നാൽ തന്നെ നമുക്ക് ആ ഒരു സമയം നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും നമ്മുടെ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കും. എന്നിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന് 2, 3 അല്ലെങ്കിൽ 5 മാസം വരെ സമയം ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഫുൾ റിവിഷൻ ആക്കിയിട്ട് സിലബസ് കംപ്ലീറ്റ് ആക്കി റിവിഷൻ ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാനുള്ള സമയം കൂടി നമുക്ക് കിട്ടും. അപ്പോൾ വെയിറ്റ് ചെയ്യരുത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാന്നുള്ള ഉദ്യോഗാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്, ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങണം. കാരണം നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം സമയം ഉണ്ടാവില്ല, ഒട്ടും സമയം ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പഠിച്ച് ഇപ്പൊ തന്നെ തുടങ്ങിയാലാണ് നമുക്ക് ആ ഒരു സമയത്തേക്ക് എല്ലാം സിലബസ് എല്ലാം നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ട് ഒരു റിവിഷൻ മെത്തേഡും കൂടി ഫോളോ ചെയ്തതിന് ശേഷം എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സാം ഹാളിൽ പോയിരുന്നിട്ട് ഞാൻ ഒന്നും കൂടി പഠിച്ചിരുന്നെങ്കിൽ എന്ന് ആലോചിക്കേണ്ട അവസ്ഥ നിങ്ങൾ വരുത്തരുത്. അതിന് മുന്നേ പഠിച്ചു തുടങ്ങുക. VFAക്ക് നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGS ഞാൻ എടുത്ത് പറയുകയാണ്, കമ്പനി ബോർഡ് LGS എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. ഞാൻ ഉൾപ്പെടെ കാത്തിരിക്കുന്ന ഒരു എക്സാം കൂടിയാണ്. ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം കൂടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അതിന് വേണ്ടിയിട്ടൊക്കെ നന്നായി പ്രിപ്പയർ ചെയ്യുക. എവിടെ നിന്നൊക്കെ സോഴ്സ് കിട്ടണം, നമ്മുടെ യൂട്യൂബ് വിശാലമായ ഒരു ലോകം തന്നെയുണ്ട്. യൂട്യൂബിൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. നിങ്ങളൊരു ക്ലാസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ ക്ലാസ് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ആ സോഴ്സൊക്കെ നിങ്ങൾ ഉപയോഗിക്കുക. സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ കുറച്ച് ഇറങ്ങി നിന്ന് ഫോണൊക്കെ മാറ്റി വെച്ച്, നിങ്ങൾ യൂട്യൂബ് നോക്കണമെങ്കിൽ ഫോൺ വേണം, അങ്ങനെ ഫോൺ മാറ്റി വെക്കണം എന്നല്ല പറഞ്ഞത്. സോഷ്യൽ മീഡിയ വാട്സപ്പ്, ഇൻസ്റ്റ, ഫേസ്ബുക്ക് ഒക്കെ മാറ്റി വെച്ച് നിങ്ങൾ ഇതിനു വേണ്ടി ആ ഒരു ടൈം കൂടി, നമുക്ക് 24 മണിക്കൂറുണ്ട് ഡെയിലി. ആ 24 മണിക്കൂറിൽ
നമുക്ക് PSC ക്ക് പഠിക്കാൻ വേണ്ടി കുറച്ച് ടൈം നിങ്ങൾ മാറ്റി വെക്കുക. ഓക്കെ, നമുക്ക് എന്തായാലും റാങ്ക് കിട്ടി നമ്മൾ PSC യിലോട്ട് ഒരു ജോലി എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നിങ്ങൾ നന്നായി ഇരുന്ന് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.